ഈ കഴിഞ്ഞ ദിവസം UK ലണ്ടൻ്റെ തെരുവുകളിൽ ഇസ്ലാമിസ്റ്റുകളുടെ, ലിബറൽ ശക്തികളുടെ, ലെഫ്റ്റ് ശക്തികളുടെ നെഞ്ചിടിപ്പേറ്റിക്കൊണ്ട്, ചങ്കിടിപ്പേറ്റിക്കൊണ്ട്, ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം അരങ്ങേറുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, കുരിശടയാളം പതിച്ചിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെയും UK ഒക്കെ പതാകകൾ കൈകളിൽ ഏന്തിക്കൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ലണ്ടൻ്റെ തെരുവിലേക്ക് ഇറങ്ങിയത്. അക്ഷരാർത്ഥത്തിൽ ഈ ആധുനിക കാലത്തെ ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഗതികെട്ട് ഒടുവിൽ ജനം തെരുവിലിറങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് ബ്രിട്ടൻ എത്തി നിൽക്കുന്നു. അവരെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചത് ഇസ്ലാമിക അധിനിവേശമാണ്. അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ രൂപത്തിൽ അവരുടെ രാജ്യത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വൈറസാണ് ഗതികെട്ട് തെരുവിലേക്കിറങ്ങി പ്രതിഷേധമറിയിക്കുവാൻ ബ്രിട്ടീഷ് ജനതയെ പ്രേരിപ്പിച്ചത്. തീർച്ചയായിട്ടും അത് വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് യൂറോപ്പിൽ ഉടനീളം വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ ചെലുത്താൻ പോകുന്നത്. ബ്രിട്ടൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പിക്ചർ തന്നെ കീഴ്മേൽ മറയുന്ന ഒരു കാഴ്ചകൾക്കും വരും ദിവസങ്ങളിൽ നാം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ വാർത്തകളാണ്, ഈ അതിനിർണായകമായിട്ടുള്ള സംഭവങ്ങളാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. ഒരു ചരിത്ര നിമിഷങ്ങൾക്ക് തന്നെയാണ് കഴിഞ്ഞ ശനിയാഴ്ച UK അല്ലെങ്കിൽ ലണ്ടൻ സാക്ഷ്യം വഹിച്ചത്. ഏകദേശം കണക്കുകൾ പറയുന്നതനുസരിച്ച്, മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 1.5 ലക്ഷത്തിലധികം ജനങ്ങളാണ് ലണ്ടൻ്റെ തെരുവിലേക്ക് ഇറങ്ങി വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടത്തിയത്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവർ ഗതികെട്ടാണ് ആ ഒരു പ്രക്ഷോഭത്തിന് അവർക്ക് ഇറങ്ങേണ്ടി വന്നത്. കാരണം കാലങ്ങളായി, കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 10-12 വർഷത്തിലധികമായിട്ട് ഈ അഭയാർത്ഥികളുടെ രൂപത്തിൽ അവരുടെ രാജ്യത്തേക്ക് അധിനിവേശം നടത്തുന്ന ഇസ്ലാമിസ്റ്റ് ശക്തികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് അവിടെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ടോമി റോബിൻസിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു ജനസഞ്ചയം തന്നെ നമുക്ക് ലണ്ടൻ്റെ തെരുവുകളിൽ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചു. ലണ്ടനെ, തീർച്ചയായിട്ടും ബ്രിട്ടനെ ഒരു പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് ആ ഒരു റാലി അവിടെ അരങ്ങേറിയത്. എനിക്ക് തോന്നുന്നു ബ്രിട്ടൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ, ആ ഒരു ചരിത്രത്തിലൊരു ടേണിംഗ് പോയിൻ്റായിട്ട് ഈ ഒരു റാലി മാറാനുള്ള എല്ലാ സാധ്യത കൂടിയുണ്ട്. അതിനകത്തുള്ള ചില മുദ്രാവാക്യങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും എടുത്തൊന്ന് പറയേണ്ടത്. വി വാണ്ട് അവർ കൺട്രി ബാക്ക്, സ്റ്റോപ്പ് ദി ബോട്ട്, സെൻഡ് ദം ഹോം, ഇനഫ് ഈസ് ഇനഫ്, സേവ് അവർ ചിൽഡ്രൻ. ഒപ്പം തന്നെ ഈ സ്റ്റീർ കാർമറിനെതിരെയും ശക്തമായിട്ടുള്ള ചില വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ഹു സ്ട്രീറ്റ്, അവർ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ടാണ് പതിനായിരക്കണക്കിന് ജനങ്ങൾ UK ലണ്ടൻ്റെ തെരുവിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച ഇറങ്ങിയത്. അപ്പോൾ അരുൺ, കഴിഞ്ഞ ദിവസത്തെ റാലിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. അതായത് ഹമാസിൻ്റെ പതാക കത്തിക്കുന്നു, പാലസ്തീൻ്റെ പതാക കത്തിക്കുന്നു, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പതാക കത്തിക്കുന്നു. അത്തരം ദൃശ്യങ്ങളൊക്കെ പല പ്രതീക്ഷകളും നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് UK ജനങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഗ്രൂമിംഗ് ഗ്യാങ് പോലുള്ള പ്രശ്നങ്ങൾ, പ്രോ പാലസ്തീൻ റാലികൾ, ശരീഅത്ത് നിയമം വേണമെന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ, അതൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ അരുൺ, ഇന്നലെ നമ്മൾ ആ റാലിയിൽ കണ്ട പ്ലക്കാർഡുകൾ എന്തിൻ്റെ സൂചനയാണ്? അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ എന്തിൻ്റെ മുന്നറിയിപ്പാണ്? ജോർജി, ഈ റാലി നടക്കുമ്പോൾ തന്നെ ഉടനെ തന്നെ അവിടെ മറ്റൊരു റാലി നടന്നിരുന്നു ഇതിന് കൗണ്ടറായിട്ട്. അതിൻ്റെ പേര് മാർച്ച് അഗെയിൻസ്റ്റ് ഫാസിസം എന്നായിരുന്നു. ഈ പേരിട്ടിട്ട് അവർ നടത്തിയ റാലിയിൽ ആകെ വന്നത് 5000 പേരാണ്. യുണൈറ്റ് ദി കിങ്ഡം എന്ന പേരിൽ ടോമി റോബിൻസിൻ്റെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ വന്നത് 1.5 ലക്ഷം അല്ല എന്നുള്ളത് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് ലക്ഷങ്ങളാണ് അത് പങ്കെടുത്തിരിക്കുന്നത്. ആ ലക്ഷങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് ജോർജ് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് ഞാൻ വരുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഗിവ് അവർ കൺട്രി ബാക്ക് എന്നാണ്. എന്താണ് അവർ പറയുന്നത്? ഞങ്ങളുടെ രാജ്യത്തിനെ ഞങ്ങൾക്ക് തിരിച്ചു തരിക. അപ്പോൾ ആരോ അവരുടെ രാജ്യത്തിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സൂചന. അത് ആരാണെന്നുള്ളത് പിന്നെ ജോർജ് സൂചിപ്പിച്ച മറ്റു പ്ലക്കാർഡുകൾ പറയുന്നുണ്ട്. സ്റ്റോപ്പ് ബോട്ട്സ്, സെൻഡ് ദം ഹോം. ബോട്ടുകൾ നിർത്തുക, അതായത് ഇംഗ്ലീഷ് ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ബോട്ടുകൾ ഇനി വരാൻ അനുവദിക്കരുത്. ആ ബോട്ടുകളിൽ വന്നവരെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ അയക്കുക. ഈ കയ്യേറിയവരെ എന്നു മുതലാണ് ബ്രിട്ടൻകാർ എതിർക്കാൻ തുടങ്ങിയതാണ്. അടുത്ത ചോദ്യം. കാരണം 2010, 11, 12, 14, 15 ഈ കാലങ്ങളിലെല്ലാം ഇവർ കൈ നീട്ടി സ്വീകരിച്ചവരാണ് ഈ അഭയാർത്ഥികളെ. എന്തുകൊണ്ട്? അഭയാർത്ഥികളോട്, അവരുടെ രാജ്യക്കാരല്ലാത്ത അഭയാർത്ഥികളെ അവർ സ്വന്തമായിട്ട് സ്വീകരിക്കുന്നു. അന്ന് അവർ ഒരിക്കലും പറഞ്ഞില്ല ഈ മുദ്രാവാക്യങ്ങൾ. എന്ന് പറഞ്ഞു തുടങ്ങി ഈ അഭയാർത്ഥികൾ അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തോടുകൂടി കുറേ നാൾ ബ്രിട്ടൻകാർ കൈയും കെട്ടിയിരുന്നു. അവർ നിശബ്ദരായിരുന്നു. ഇപ്പോൾ ടോമി റോബിൻസൺ പറയുന്നുണ്ട്, നിശബ്ദമായ ഭൂരിപക്ഷമാണ് ഇന്നത്തെ ബ്രിട്ടൻ്റെ അവസ്ഥയ്ക്ക് കാരണം. നിശബ്ദമായ ഭൂരിപക്ഷം ഇനിയെങ്കിലും ശബ്ദിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും.
അപ്പോൾ ഇവർ മാന്യന്മാരായതുകൊണ്ട് ഇവർ നിശബ്ദമായിട്ടിരുന്നു. ഈ അഭയാർത്ഥികൾ അവിടെ കയറി ഈ രാജ്യത്തിൻ്റെ എല്ലാ ലൂപ്പ് ഹോളുകളും നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ അടുത്ത പ്രവർത്തനങ്ങൾ തുടങ്ങി. ഒരു സാധാരണ വെള്ളക്കാരന് അവൻ്റെ നാട്ടിൽ ജീവിക്കാനായിട്ട് അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ ഈ അഭയാർത്ഥികൾ രാജ്യത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി അവർ സുഭിക്ഷമായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒന്ന്. രണ്ടാമത്തത് അതിലും കഷ്ടമാണ്. ടോമി റോബിൻസൺ പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് നടക്കുന്ന UK ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന റേപ്പുകളുടെ 90% ഇവരിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 90% ഇവരിലെ പുരുഷന്മാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും രോഷാകുലരാകുന്നതും. 3, ഇവർ വെസ്റ്റിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. ഇവർ പറയുന്നത് ഞങ്ങളുടെ സംസ്കാരമാണ് നല്ലത്. ഇവർ വന്ന രാജ്യങ്ങളിലെ ഇവരുടെ പഠനങ്ങളിലൂടെ ഇവർക്ക് ലഭിച്ച സംസ്കാരമാണ് നല്ലത്. വെസ്റ്റിൻ്റെ സംസ്കാരമായിട്ട് ഞങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റില്ല എന്നാണ് അഭയാർത്ഥികൾ പറയുന്നത്. അതിനുശേഷം അവർ ആ റോഡുകളൊക്കെ കീഴടക്കാണ്. റോഡുകളിലെല്ലാം കീഴടക്കിയിട്ട് അവരുടെ മതപരമായ കാര്യങ്ങളും അവരുടെ ആഘോഷങ്ങളായിട്ട് അവർ നടക്കുകയാണ്. ഈ അഭയാർത്ഥികൾ താമസിക്കുന്നതിൻ്റെ അടുത്ത പ്രദേശത്ത് പോലും ഈ വെള്ളക്കാർക്ക് താമസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവർ ആ സ്ഥലം മുഴുവൻ കൈയടക്കുന്നു. ആ പ്രദേശത്തുള്ള വെള്ളക്കാരി പെൺകുട്ടികളടക്കം അവർ റേപ്പ് ചെയ്തും അവരെ മാക്സിമം ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾക്ക് തിരിച്ചു തരിക എന്ന് ബ്രിട്ടൻകാർ പറയുന്നതിൻ്റെ കാരണം. ഇനി രണ്ടാമത്തെ ഒരു പ്ലക്കാർഡ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റാത്ത കേസ് അതാണ്. അതിൽ അവർ എഴുതിയിരിക്കുന്ന ഇതാണ്: ഞങ്ങളുടേതായ നികുതിപ്പണം കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നികുതിപ്പണം അത് നമ്മൾ എല്ലാവർക്കുമായിട്ട് നൽകുന്നു, എന്നിട്ടും അവർ ഞങ്ങളെ വെറുക്കുന്നു. ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ഇന്ന് എന്തുകൊണ്ട് അഭയാർത്ഥികൾക്കെതിരെ ബ്രിട്ടൻ തിരിഞ്ഞിരിക്കുന്നു, യൂറോപ്പ് തിരിഞ്ഞിരിക്കുന്നു? അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാരണം അവർ അകാരണമായി, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അകാരണമായിട്ട് ഈ അഭയാർത്ഥികളാൽ വെറുക്കപ്പെടുന്നു. പക്ഷേ നമുക്ക് ചരിത്രത്തിലേക്കും ഇവർ എന്താണ് പഠിച്ചു വന്നിരിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവർ അകാരണമായിട്ടല്ല ബ്രിട്ടീഷുകാരെ എതിർക്കുന്നത്. അഭയാർത്ഥികൾ വെറുക്കുന്നതിന്, ബ്രിട്ടീഷുകാരെ വെറുക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ബ്രിട്ടീഷുകാർ ഒന്നുകിൽ അവർ ക്രിസ്ത്യാനികളാണ്, അതല്ലെങ്കിൽ അവർ നിരീശ്വരവാദികളാണ്, അല്ലെങ്കിൽ ഈ അഭയാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ സംസ്കാര ശൂന്യരാണ്. ഈ 3 കൂട്ടരെയും വെറുക്കാൻ തന്നെയാണ് അവർ പഠിച്ചു വന്നിരിക്കുന്നത്. അവർ പഠിച്ചു വന്ന ആ പഠനങ്ങളിലൂടെയാണ് ഇവർ ഇത്രയധികം ബ്രിട്ടീഷുകാരെ വെറുക്കാനും അങ്ങനെ വെറുക്കപ്പെടേണ്ടവർക്ക് ലഭിക്കുന്ന ശിക്ഷകൾ, അല്ലെങ്കിൽ ആ വെറുക്കപ്പെടുന്നവരോട് കാണിക്കേണ്ട ക്രൂരതകളാണ് ഇപ്പോൾ ഈ അഭയാർത്ഥികൾ ബ്രിട്ടനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. ഇതുകൊണ്ട് തന്നെയാണ് എലോൺ മസ്ക് പറഞ്ഞത്, നിങ്ങൾ അക്രമത്തെ, എലോൺ മസ്ക് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ അക്രമം തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും അത് നിങ്ങളെ തേടി വരും. ഒന്നുകിൽ തിരിച്ചടിയുക അല്ലെങ്കിൽ മരിക്കുക. ഇത് ആണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്നുള്ളത് എലോൺ മസ്കിന് അറിയാം. അവിടെയുള്ള ഫാർ റൈറ്റുകൾക്ക് അറിയാം. ബ്രിട്ടനിലെ ഭൂരിഭാഗം ജനത്തിനും ഇപ്പോൾ ആ കാര്യം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഒരു ഫാർ റൈറ്റിൻ്റെ മൂവ്മെൻറ്റിലൊന്നും ഇത്രയധികം ജനം വന്നുകൂടില്ല. അത് ജനത്തിൻ്റെ ഉള്ളിൽ ബോധ്യം വരുമ്പോഴാണ്, ജനത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അവർ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അതുവരെ ഏത് ഫാർ റൈറ്റ് ആണെങ്കിലും അവർക്ക് ഒരു ന്യൂനപക്ഷം മാത്രമേ അവരുടെ കൂടെ ഉണ്ടാവുള്ളൂ. കാരണം അവർ തീവ്ര ദേശീയത വക്താക്കളെ ഒരിക്കലും, സമൂഹം എപ്പോഴും ഒരു മിതത്തിലായിരിക്കും. ഏത് സമൂഹമാണെങ്കിലും അവരിലെല്ലാവരും ഒരു മിതവാദികളായിരിക്കും ഭൂരിപക്ഷം ഉണ്ടായിരിക്കുക. അവരിൽ ഭൂരിഭാഗവും തീവ്ര വലതുപക്ഷത്തേക്ക് ചായുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. ആ കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ UK മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അവിടെ അഭയാർത്ഥികൾ എന്ന ഒറ്റ നാമധേയത്തിൽ, പരദേശികൾ എന്ന ഒറ്റ നാമധേയത്തിൽ ഇവരെല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ഒരു അവസ്ഥ വന്നു. അവിടെ യാതൊരു ചെക്കിങ്ങും നടന്നില്ല. ഇവരുടെ സ്വഭാവം എന്താണെന്ന് നടന്നില്ല. ഇവർ റേപ്പിസ്റ്റുകളാണെന്ന് നോക്കിയില്ല. ഇവർ തങ്ങളുടെ സംസ്കാരത്തിനെ അവമതിക്കുന്നവരാണോ നോക്കിയില്ല. ഇവരുടെ മതം നോക്കിയില്ല. ഇവരുടെ പഠനങ്ങൾ നോക്കിയില്ല. ഒന്നും നോക്കാതെ സ്വന്തം വീട്ടിലേക്ക് ഇവർ ഈ അഭയാർത്ഥികളായി വന്നവരെ സ്വീകരിച്ചു. ഈ അഭയാർത്ഥികളുടെ അജണ്ട പോലും അവർക്ക് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ പരിശുദ്ധ ബൈബിളിലൊക്കെ പറയുന്നുണ്ട്, അതായത് അർഹത നോക്കി വേണം ദയ കാണിക്കാനായിട്ട്. വരുന്നവൻ്റെ സ്വഭാവം അറിയാതെ, വരുന്നവൻ്റെ ലക്ഷ്യം അറിയാതെ അവനെ അകത്ത് കയറ്റി അവനെ സ്വീകരിച്ചാലുള്ള അതേ പ്രശ്നത്തിലൂടെയാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതാണ് നമ്മളെയും കൂടി വളരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അതായത് യൂറോപ്പിലെ ഏകദേശം 3% ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യൻ വംശജർ 3% ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം പേര് അവിടെ ജോലിക്കായിട്ടും പഠനത്തിനായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ഫാർ റൈറ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ, അവർ ശക്തി പ്രാപിക്കുമ്പോൾ, അത് അവിടെ താമസിക്കുന്ന, നിയമപരമായിട്ട് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പോലും അത് വലിയൊരു വിഷയമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഈ അനധികൃതരായി വന്ന് അവിടെ അജണ്ട നടപ്പാക്കാൻ പോയവരെ കൊണ്ട് മറ്റു നിയമപരമായും അവിടെ എത്തിയ എല്ലാവരും അത് ബാധിക്കാൻ പോവാണ്. അവിടെ ഏകദേശം 14.5% മൊത്തം കുടിയേറ്റക്കാരുള്ളത്. അതിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനമാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉള്ളത്. അവരെ പുറത്താക്കുമെന്നാണ് നൈജൽ ഫരാജ്, അടുത്ത അവിടുത്തെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള വ്യക്തി, അവർക്കാണ് ഇന്ന് ഭൂരിപക്ഷം ഉള്ളത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവരെ പുറത്താക്കുന്നു മാത്രമല്ല, അവർക്കൊരു 2500 പൗണ്ടും കൂടി കൊടുത്തു വിടുന്നതാണ് പറയുന്നത്. അവർ നേരിട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ പിന്നെ കഴുത്ത് പിടിച്ച് പുറത്താക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കഴുത്ത് പിടിച്ച് പുറത്താക്കുമ്പോൾ കളകളുടെ കൂടെ
വിളകൾക്കും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അവിടെയുള്ള നമ്മുടെ സാധാരണക്കാരായ ഇന്ത്യക്കാരെയും അത് ബാധിക്കും. ശരിക്കും യൂറോപ്പിൽ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അത് മാത്രം എടുത്തു കളയാൻ ശ്രമിച്ചില്ലെങ്കിൽ അതോടൊപ്പം തന്നെ അത് മറ്റു പലർക്കും കൂടി ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇവരൊക്കെ ഉയർത്ത് ഈ ലെഫ്റ്റ് അല്ലെങ്കിൽ ലിബറൽ ആശയക്കാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം, ഐക്യം വേണം, ഒരുമ വേണം, അതൊക്കെ വേണം. പക്ഷേ അത് തീർച്ചയായിട്ടും വേണം. പക്ഷേ അതൊരു നാടിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത്. ഒരു കാര്യം എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ അഭയാർത്ഥി പ്രവാഹം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രിട്ടനിൽ സംഭവിച്ച ശേഷം ആ രാജ്യം വളർന്നിട്ടുണ്ടോ തളർന്നിട്ടുണ്ടോ എന്ന ഒരു ഡേറ്റ എന്തുകൊണ്ട് ഇവർ ചെക്ക് ചെയ്യുന്നില്ല? അത് രാഷ്ട്രീയമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ, മറ്റ് പല രീതിയിലായിക്കോട്ടെ. ഈ അഭയാർത്ഥി പ്രവാഹത്തിലൂടെ യൂറോപ്പിന് നഷ്ടമാണോ കോട്ടമാണോ? അവർക്ക് തീർച്ചയായിട്ടും ഡേറ്റ അവരുടെ മുമ്പിലുണ്ടല്ലോ. അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ അഭയാർത്ഥി പ്രവാഹത്തിലൂടെ യൂറോപ്പിന് സംഭവിച്ച ഒരു അപജയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കം മാത്രമാണ്. ലണ്ടനിൽ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടതൊരു തീപ്പൊരി മാത്രമാണ്. ആ തീപ്പൊരി യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്ക്, അഭയാർത്ഥി പ്രവാഹം മൂലം കഷ്ടപ്പെടുന്ന വിവിധ രാജ്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കത്തിപ്പടരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ കത്തിപ്പടരുന്ന കൂട്ടത്തിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ ചില വിളകളും ചിലപ്പോൾ കത്തിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് വലിയ രീതിയിലൊരു അപകടം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, നമുക്ക് ഈ ഫാർ റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം, ഓക്കെ, ചില ആശയങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ ഒരു പരിധിവരെ അവരെ നമുക്ക് പിന്തുണയ്ക്കാൻ സാധിക്കും. പക്ഷേ പലരും അത്ര സോ കോൾഡ് നല്ല പിള്ളകളല്ല എന്ന് അതും ആ കാര്യം കൂടി നമ്മളൊന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചില ആശയങ്ങൾ, അത് പ്രത്യക്ഷത്തിൽ ഫാർ റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ തീവ്രമായിട്ടുള്ള ക്രിസ്ത്യൻ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് എന്ന ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. ചിലർക്കൊക്കെ ഉണ്ട്. ചിലർക്ക് വിപരീതമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. ചിലർക്ക് ചില സ്വാർത്ഥപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ, ഇസ്ലാമിക അധിനിവേശത്തിനെതിരെ ഈ ഒരു സമയത്ത് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുവാൻ ഈ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് അല്ലെങ്കിൽ തീവ്ര ആശയം വെച്ച് പുലർത്തുന്നവർക്കാണ് ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കുകയുള്ളതെന്ന് വ്യക്തമാണ്. റോബിൻ, നമ്മൾ ഈ കഴിഞ്ഞ ഈ റാലി അത് ഒരു ചരിത്ര സംഭവം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് 5-6 എപ്പിസോഡോളം ഈ ബ്രിട്ടൻ നിലവിൽ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയെപ്പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു UK ജനങ്ങൾ പയ്യെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇനി ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ ശരിയാവില്ല എന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ റാലിയെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഉള്ളിൽ പങ്കെടുത്ത ആളുകളുടെ കണക്ക് എന്ന് പറയുന്നത്, പോലീസാണ് 1,10,000-ഓളം ആളുകൾ പങ്കെടുത്തു എന്ന് പറയുന്നത്. BBC പറയുന്നു 1.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്ന് പറയുന്നു. ഈ ഫാർ റൈറ്റ് ലീഡേഴ്സ് ഇത് ഓർഗനൈസ് ചെയ്ത ആളുകൾ പറയുന്നു മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ പങ്കെടുത്തു, മില്യൺസിന് മുകളിൽ ആളുകൾ പങ്കെടുത്തു എന്ന് വെച്ചാൽ അങ്ങനെ പല ഭാഷകളുണ്ട്. ഇനി ഈ ഇവരുടെ വാദഗതിയെ ഇപ്പം മില്യൺസിന് മുകളിൽ 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ പങ്കെടുത്തു എന്ന് പറയുന്ന വാദഗതിയെ പൊളിക്കാൻ വേണ്ടിയിട്ട്, അതിനെ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി, അതിനെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഈ സെക്കുലർ മീഡിയാസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രോ പലസ്തീൻ റാലിയിൽ 3 ലക്ഷത്തിന് മുകളിൽ ആളുകൾ പങ്കെടുത്തായിരുന്നു. അപ്പോൾ ഇത് 1.5 ലക്ഷമേ പങ്കെടുത്തുള്ളൂ, അല്ലെങ്കിൽ 1 ലക്ഷമേ പങ്കെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊച്ചാക്കാൻ, എന്ന് വെച്ചാൽ പല ആംഗിൾ ഇതിൻ്റെ ഉള്ളിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും കാലമായ സ്ഥിതിക്ക്, നമ്മൾ ഒരുപാട് ആളുകളായി ബ്രിട്ടനിലെ അതുപോലെ തന്നെ ഫ്രാൻസിൽ, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാലങ്ങളായി മൈഗ്രേഷനെ ബേസ് ചെയ്തുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഘട്ടത്തിൽ ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു മുഖത്തെക്കുറിച്ച് ശരിക്കും പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു മൈഗ്രേഷനിൽ മാത്രം, അല്ലെ കുടിയേറ്റക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല ഈ കാര്യമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വലതുപക്ഷ പാർട്ടികളുടെ ഉയർത്തെഴുന്നേൽപ്പ്, വലതുപക്ഷ ആശയങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്, അത് ഇന്ന് ഏറ്റവും കത്തി നിൽക്കുന്ന ഈ സെക്കുലർ എന്ന് വെച്ചാൽ ലെഫ്റ്റ്, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ലെഫ്റ്റ്, ലിബറൽ, അതുപോലെ തന്നെ മൾട്ടി കൾച്ചറലിസ്റ്റ്, ഈ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾക്കെതിരെയുള്ള ഈ വലതുപക്ഷത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ഈ മൈഗ്രേഷൻ ആയതുകൊണ്ട്, കുടിയേറ്റം ആയതുകൊണ്ട് അവർ അത് എടുക്കുന്നതേ. ഇനി കുടിയേറ്റം അല്ലെങ്കിൽ മറ്റു പലതും എടുക്കും. ചിലപ്പോൾ ഈ അനധികൃതമായ ഇസ്ലാമിക കുടിയേറ്റത്തിൻ്റെ, ഇസ്ലാമോഫോബിയയുടെ ആ വിഷയം അങ്ങ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഇന്ത്യൻസിനെതിരെ ആയിരിക്കും ഉയരുന്നത്, അതുമല്ലെങ്കിൽ മറ്റൊരു വിഷയമായിരിക്കും. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടെന്ന്. എന്നുവെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ റൂട്ട് കോസ് ഇതല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായ റൂട്ട് കോസ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം, അതുപോലെ തന്നെ അമേരിക്കയിലടക്കം, അതുപോലെ തന്നെ ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ തദ്ദേശീയ ഫാർ റൈറ്റ് മൂവ്മെൻറ്റ്, മറ്റവരുടെ സെക്കുലറിസ്റ്റ്. ഇപ്പം നമുക്ക് ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു രാജ്യം,
ആ രാജ്യത്തെ ഭരിക്കുന്നത് ഒരു ലെഫ്റ്റ് ലിബറൽ സെക്കുലർ ചിന്താഗതിയുള്ള മൾട്ടി കൾച്ചറലിസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു ഭരണമാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യത്ത് വേണ്ടത് ഇസ്ലാമിസ്റ്റുകളെ ആവശ്യമുണ്ട്, അവർക്ക് ഇസ്ലാമിനെ ആവശ്യമുണ്ട്, ക്രിസ്ത്യാനിറ്റി ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ്, ജൈന, അതുപോലെ തന്നെ ഈ നിരീശ്വരവാദികളായ ആളുകൾ, അതുപോലെ തന്നെ അങ്ങനെ എല്ലാ ഇതിൽപ്പെട്ട അത് നമ്മൾ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അതിനൊരു വിശദീകരണം കൂടെ കൊടുക്കും. ഇങ്ങനെയുള്ള എല്ലാ തരത്തിൽപ്പെട്ട ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണം. ഇപ്പോൾ ഇതിനെതിരെ കീർ സ്റ്റാർമർ പ്രതികരിച്ചതുപോലും ബ്രിട്ടൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ എന്താണ് ഈ മൾട്ടി കൾച്ചറലിസത്തിൽ ഇത്രയും ആളുകൾ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് ഒരു ലക്ഷ്യമുണ്ടാകും, അതിൻ്റെ അൾട്ടിമേറ്റ് ഒരു മോട്ടോ ഉണ്ടാകും. അതെങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാം, ഇപ്പോൾ ഈ സ്വവർഗ ലൈംഗികത, ഈ സ്വവർഗ ലൈംഗികത ഇവരുടെ ഇപ്പോൾ ഈ സെക്കുലറിസ്റ്റ് ആയിട്ടുള്ള അവരുടെ രാജ്യത്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിച്ച് എക്സ് എന്ന് പറയുന്ന രാജ്യത്ത് സ്വവർഗ ലൈംഗികത എല്ലാവരും അംഗീകരിക്കണം, അത് നമ്മുടെ ഭാഗമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന സോ കോൾഡ് മുസ്ലിംസ് അത് അംഗീകരിക്കണം, ക്രിസ്ത്യാനിറ്റി. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരുടെ രാജ്യത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് സ്വവർഗ ലൈംഗികതയെ അംഗീകരിക്കുന്ന ക്രിസ്ത്യാനിറ്റി, സ്വവർഗ ലൈംഗികതയെ അംഗീകരിക്കുന്ന ഇസ്ലാം, അങ്ങനെ സ്വവർഗ ലൈംഗികതയെ അംഗീകരിക്കുന്ന ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം എല്ലാം. എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി അങ്ങനെയാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു ഇലക്ഷന് ഉണ്ടായിരുന്ന ഒരു പ്രകടന പത്രികയിൽ വരെ ആ കാര്യം കൂടിക്കയറുന്നു. അപ്പോൾ അതിൻ്റെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇവരുടെ രാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത്. ഇതിന് ഘടകവിരുദ്ധമാണ് ഈ തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലതുപക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ചാർലി കിർക്കിനെ പോലെയുള്ള നേതാക്കന്മാർ, ടോമി റോബിൻസനെ പോലെയുള്ള നേതാക്കന്മാർ, ഇപ്പോൾ ഓർക്കുക, ഈ പ്രകടനം നടത്തിയതിൻ്റെ ഉള്ളിൽ ഈ സെൻറ്റ് ജോർജ് ക്രോസ് എന്ന് പറഞ്ഞ ക്രോസ് ഉയർത്തിപ്പിടിച്ച പതാകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംഘടനമുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അലക്സാണ്ടർ ഡ്യൂഗിൻ എന്ന് പറയുന്ന റഷ്യയിലെ അവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫിലോസഫിസ്റ്റ് ഉണ്ട്, ഈ പുട്ടിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉപദേശകനാണെന്ന് പറയുന്ന അലക്സാണ്ടർ ഡ്യൂഗിൻ എന്ന് പറയുന്നത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സെക്കുലറിസ്റ്റ് ടൊട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഈ നമ്മൾ പല കമ്മ്യൂണിസ്റ്റ് ടൊട്ടാലിറ്റേറിയനിസം ഉണ്ട്, അങ്ങനെ പല ടൊട്ടാലിറ്റേറിയനിസം, ഏകാധിപത്യ സ്വഭാവമുള്ള ഗവൺമെൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ സെക്കുലറിസത്തിൻ്റെ ഒരു ടൊട്ടാലിറ്റേറിയനിസം ഉണ്ട്. എന്ന് വെച്ചാൽ അവർ ഇപ്പം നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ അതേ ആശയം എന്ന് വെച്ചാൽ ഈ സ്വവർഗ രതിയെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയം, അത് എല്ലാ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഇവർ കയറിക്കൂടി, അതുപോലെ തന്നെ എല്ലാ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനുകളിലൂടെ ഇവർ കയറിക്കൂടി, അങ്ങനെ എല്ലാ രീതിയിലും ഇവർ ഇൻ്റർഫിയർ. ഇപ്പം നമുക്ക് യൂറോപ്പിൻ്റെ കാര്യം പറയാം, അവിടെ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ ഏത് രീതിയിലും പുറത്താക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇത്തരത്തിൽ ക്രിസ്ത്യാനിറ്റി ഒരു രീതിയിലും പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. അതുപോലെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന, പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ ഇവർ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ഒരു സെക്കുലറിസ്റ്റ് ആശയത്തിൻ്റെ ഒരു പിന്തുടർന്ന് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു സൈറ്റാനിക് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലേക്ക് ഇവരുടെ ആശയഗതികൾ മാറുന്നു. അതിനെ എതിർക്കാൻ വേണ്ടി അവരങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലോകക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ വരെ സിഗ്നിഫിക്കൻസ് അതാ വരുന്നത്, അവരുടെ ഉള്ളിൽ വരെ ആശയം കയറിയതിൻ്റെ. അപ്പോൾ ലോകം മൊത്തം ഇങ്ങനൊരു ക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ക്രമത്തിന് എതിരാണ് ഈ ചാർലി കിർക്ക് എന്ന് പറയുന്ന ആൾ, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആൾ, അതുപോലെ തന്നെ ടോമി റോബിൻസൺ എന്ന് പറയുന്ന ആൾ, ഈ യൂറോപ്പിൻ്റെ മേഖലകളിൽ മുഴുവൻ ഉയർന്നു വരുന്ന ഫാർ റൈറ്റ് ചിന്താഗതികളും ഇവർക്കെതിരാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ഒരു പ്രതികരണമായിട്ട് വേണം ചാർലി കിർക്കിൻ്റെ കൊലപാതകം നമ്മൾ കാണാൻ. ഇപ്പോൾ ടോമി റോബിൻസൻ്റെ ഈ ഫാർ റൈറ്റിൻ്റെ ഉയർന്നു വരെ പോലും ഇവർക്കെതിരെയാണ്. പക്ഷേ ഇവരതിനെ ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് ഞാൻ പറഞ്ഞല്ലോ, ഈ കുറച്ച് എന്ന് വെച്ചാൽ പ്രോ പലസ്തീൻ റാലിയിൽ ഇത്രയും ആളുകൾ പങ്കെടുത്തു, ഇതിൽ കുറച്ച് ആളുകളെ പങ്കെടുത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ കൊച്ചാക്കാൻ ശ്രമിക്കുന്ന രീതി, അതുപോലെ തന്നെ പല ഫാർ റൈറ്റ് വലതുപക്ഷ നേതാക്കൾക്കെതിരെ ഇവർ ഇപ്പോൾ ഫ്രാൻസിലെടുക്കുന്ന നിയമപരമായ അങ്ങനെ കേസുകൾ, അതുപോലെ ജർമ്മനിയിൽ AFDക്ക് എടുക്കുന്ന കേസുകൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു ലിബറൽ സെക്കുലർ, അതുപോലെ തന്നെ ലെഫ്റ്റ് ഇവർക്കെതിരെയുള്ള ആ ഒരു ആശയം, അതിന് എതിരെയുള്ള ഫാർ റൈറ്റ്, ഇപ്പോൾ വലതുപക്ഷത്തിൻ്റെ ആശയം, ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള സംഘടനമായിട്ട് വേണം നമ്മളിതിനെ വിലയിരുത്താൻ വേണ്ടിയത്. അങ്ങനെ വരുമ്പോഴാണ് ഒരു പക്ഷേ ഈ ഫാർ റൈറ്റ് ചിന്താഗതിക്കാർക്കെതിരെ ഇപ്പോൾ ജനങ്ങളടക്കം ഫാർ റൈറ്റിൻ്റെ ചേർന്ന് നിൽക്കുന്നു. അവർക്കെതിരെ ഇവിടെയുള്ള ഈ സെക്കുലർ ചിന്താഗതിക്കാരായ ഗവൺമെൻറ്റുകൾ
അതിന് എതിരെ ഇവരെ ഒരുപക്ഷെ ഈ ജനങ്ങളിൽ നിന്ന് ഇതൊന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു യുദ്ധങ്ങളിലേക്ക് വരെ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രിട്ടനിലെ ഈ റാലിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനൊരു ചെറിയ ഒരു മൈഗ്രേഷൻ്റെ മാത്രം, ഈ വെറുതെ കുറച്ച് ആളുകൾ കുടിയേറിയതിൻ്റെ പേരിൽ മാത്രമുള്ളതായിട്ട് നമ്മൾ കണക്കാക്കരുത്. വലിയ ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു ചേഞ്ചിലേക്ക് പോകാനുള്ള സെക്കുലർ ഗവൺമെൻറ്റുകൾ മാറി അവിടെയെല്ലാം തീവ്ര ദേശീയതയുള്ള ഗവൺമെൻറ്റുകൾ അധികാരത്തിലേക്ക് വരാനുള്ള വലിയൊരു മാറ്റത്തിൻ്റെ മുന്നോടിയായിട്ട് വേണം ഇതിനെ കാണാൻ. ഈ ഒരു ക്ലാഷിൽ എന്തൊക്കെ സംഭവിക്കും, യുദ്ധങ്ങൾ സംഭവിക്കുമോ, ഏത് രീതിയിൽ ഇത് മാറുന്നുള്ളതിന് അത് നമുക്ക് വരും കാലങ്ങളിൽ കണ്ടറിയാം. കാരണം വലിയ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം സ്പെയിനിലടക്കം ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം, കാരണം പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അറിയാം ഏത് രീതിയിലേക്ക് ഇതൊക്കെ മുന്നോട്ട് പോകുമെന്നുള്ളത്. അത് വളരെ കറക്റ്റാണ്. കാരണം റോബിൻ പറഞ്ഞതുപോലെ പല രാജ്യങ്ങളിലും തീവ്ര ഒരു ദേശീയത, തീവ്ര വലതുപക്ഷ പാർട്ടികൾ അധികാരത്തിലേക്ക് വരുന്നു. അതിന് വഴിമരുന്നിട്ടത് ഈ പറയുന്ന ലെഫ്റ്റ് ശക്തികളാണ്, ഇസ്ലാമിസ്റ്റ് ശക്തികളാണ്, ഈ ലിബറൽ ശക്തികളാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും പറയാൻ സാധിക്കും. ജോർജ്, നമ്മൾ പല നിലപാടുകളിലും പറഞ്ഞത് ആവർത്തിക്കുകയാണ്. യൂറോപ്പിൻ്റെ രക്ഷ ഈ ഫാർ റൈറ്റുകളിലൂടെയല്ല, യൂറോപ്പിൻ്റെ രക്ഷ ക്രിസ്തുവിലൂടെയാണ്. എന്ന് യൂറോപ്പ് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നു. ഇപ്പോൾ ഏകദേശം 6% താഴെയാണ് അവിടുത്തെ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് ഉള്ളത്. അവിടെ ഏകദേശം 50% എത്തിസ്റ്റുകളാണുള്ളത്. മുസ്ലിം പോപ്പുലേഷൻ അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവർ ഏത് രീതിയിലും, ഫാർ റൈറ്റുകൾ ഏത് രീതിയിൽ അവിടുത്തെ കുടിയേറ്റക്കാരെ അടിച്ച് പുറത്താക്കിയാൽ പോലും അവിടുത്തെ എത്തിസ്റ്റ് ചിന്താഗതി അത് ആ രാജ്യത്ത് നിന്ന് പോകാതെ, അതിൽ കോട്ടം വരാതെ, അതിൽ കുറവ് വരാതെ ആ രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ക്രിസ്തുവിനെ യൂറോപ്പും ഇംഗ്ലണ്ടും ഒക്കെ സ്വീകരിക്കുന്നുവോ അന്ന് യൂറോപ്പിൻ്റെ തിരിച്ചുവരവ് ആരംഭിക്കും. അതല്ലെങ്കിൽ ഈ കുടിയേറ്റക്കാരെ ഒരു പക്ഷെ പുറത്താക്കിയായിരിക്കും. കാരണം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാർ റൈറ്റുകൾ അവരെ ഒരുപക്ഷെ അടിച്ച് പുറത്താക്കിയായിരിക്കും. പക്ഷേ അവർ അടിച്ച് പുറത്താക്കുമ്പോൾ അവിടെ വളരാൻ സാധ്യതയുള്ളത് വീണ്ടും എത്തിസമായിരിക്കും. ആ എത്തിസത്തിൻ്റെതായ എല്ലാ സകല തിന്മകളും യൂറോപ്പിനെ വീണ്ടും വന്ന് വിഴുങ്ങി യൂറോപ്പിനെ നശിപ്പിക്കും. ഒരു കാര്യം വളരെ ഉറപ്പാണ്, തീർച്ചയാണ്, യൂറോപ്പിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് അനധികൃത കുടിയേറ്റത്തിൻ്റെ രൂപത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇസ്ലാമിക അധിനിവേശം. അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രതിഷേധങ്ങൾ നടത്തുവാനുള്ള ഒരു സുബോധത്തിലേക്ക് പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ ആ സുബോധം കൈവരിക്കുവാൻ വൈകിപ്പോയി എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എത്രയൊക്കെ പ്രതിഷേധങ്ങൾ നടത്തിയാലും, എത്രയൊക്കെ തീവ്രപരമായിട്ടുള്ള വലതുപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ സംഘടനകൾ ഉയർത്തെഴുന്നേറ്റാലും ഇതിൻ്റെ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് യൂറോപ്പ് വീണ്ടും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളിലേക്ക്, ക്രിസ്തുവിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അടിയന്തര പ്രാധാന്യത്തോടെ അതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതിന് കത്തോലിക്ക സഭയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഫാക്ടറി ഓഫ് സെയിൻസ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് വളരെ വലിയ രീതിയിൽ നമ്മൾ ആത്മീയമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ വലിയ ഒരു അധോഗതിയിലാണ് ഇപ്പോൾ പൂണ്ടുപോയിരിക്കുന്നത്. അതിനാൽ തന്നെ യൂറോപ്പിനെ ആ പഴയ യൂറോപ്പിൻ്റെ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ, യൂറോപ്പിനെ ക്രിസ്തുവിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ആ നിർണായകമായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ അവിടുത്തെ സമുദായ നേതൃത്വത്തിന് അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക്, ക്രിസ്തീയ സഭകൾക്ക് സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.